ചോദിച്ചോ? ആ അമ്മ ഞാൻ ചോദിച്ചു. ഓൾ അമ്പിന് ബില്ലിന് എടുക്കുന്നില്ല. ഓള് പറയുന്നത് എന്താ, കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഒക്കെ ഓളല്ലേ കൊടുക്കുന്നത്, അതിനെക്കൊണ്ട് ഓൾക്ക് ഇതും കൂടി കൊടുക്കാനാവില്ല. പൈസ ഇല്ലായിട്ടൊന്നുമല്ല അമ്മ, ഓളെ നല്ലോണം പൈസ ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് പറയുക, ഞങ്ങൾ ഒരു ചോറും വെക്കുന്ന ചിലവാണോ ഇത്രയും വലിയ ചിലവ് എന്നൊക്കെ. ഞാൻ എന്ത് പറയാൻ, അവളോട് അങ്ങോട്ട് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാവില്ല. ഞാൻ എന്നാൽ ലോനോട് വിളിച്ചറിയൊന്നും വേണ്ട. നാളെ കുടുംബശ്രീയില്ലേ, കുടുംബശ്രീ എന്നിട്ട് ലോൺ എടുത്തിട്ട് എൻ്റെ വായ്പ വാങ്ങിയിട്ട് അടയ്ക്കുക, ഗ്യാസിന് കൊടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യുക. ഇനിയിപ്പോൾ ഏട്ടനോട് വിളിച്ചു പറഞ്ഞാൽ ഏട്ടനും ഒരു ടെൻഷൻ ആയിരിക്കും. വെറുതെ പൈസ വന്നിട്ട് കുടുംബശ്രീയിൽ അങ്ങ് അടച്ചാളല്ലോ. ഗ്യാസിനല്ലേ പിന്നെ ലിങ്കേജ് അങ്ങനെ എന്ത് അടയ്ക്കുന്നതിന് കുറച്ച് എടുത്താൽ മതിയല്ലോ, എന്നിട്ട് അടുത്ത ആഴ്ച അടച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഞാൻ ചെയ്യല്ലേ. അങ്ങനെ ചെയ്തോ. അല്ലാണ്ട് ഓളോട് പൈസ വാങ്ങിയിട്ട് നമുക്ക് ചെവിടിന് സ്വൈര്യം ഉണ്ടാവില്ല. ഇതൊക്കെ എൻ്റെ സ്റ്റോറി ബുക്കാ. അതിനൊന്ന് ഒരു സ്റ്റോറി ബുക്ക് എനിക്ക് തരുമോ? സ്റ്റോറി ബുക്ക് ചേച്ചി എടുത്തോ? എനിക്ക് സ്റ്റോറി ബുക്ക് തരുമോ? ബാഗിൻ്റെ ഒന്നും കൂടെ ഉണ്ട്, മോളെടുത്തോ? എല്ലാം ഇതൊക്കെ എന്താ ഇവിടുന്ന് വിതരണം ചെയ്യുന്നേ? ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടാ. അമ്മോടെ ബുക്ക് ലച്ചേച്ചിക്ക് കൊടുക്കട്ടെ. ലച്ചേച്ചിക്ക് വേണ്ടതേ ഓൾ അച്ഛൻ വാങ്ങിക്കൊടുക്കും. ദേ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അവിടുന്ന് പൈസ എനിക്ക് വാങ്ങിക്കൊണ്ട് വരുന്നതാ. വിതരണം ചെയ്യുക അവിടെ നിന്നിട്ട്. എന്താണെന്നാ ലച്ചേച്ചിക്ക് വേണ്ട ബുക്ക് ലച്ചേച്ചിക്ക് ലച്ചേച്ചിന്റെ അച്ഛൻ വാങ്ങിക്കും. അമ്മ എന്തേ മോളെ? എനിക്കില്ലേ പാപ്പില്ലേ ബുക്ക് തന്നില്ല. മോളെ അമ്മ പറഞ്ഞില്ലേ, പാപ്പീൻ്റെ അടുത്ത് പോയിട്ട് ഒന്നും മോള് ചോദിക്കണ്ട. എന്തിനാ മോള് ചോദിക്കാൻ നിന്ന്? ഞാൻ ചോദിച്ചില്ല, എനിക്ക് തരാന്ന് പറഞ്ഞു. അത് സാരല്ല മോളിനി ഒന്നും വാങ്ങിക്കണ്ട അവൻ്റെ അടുത്തുനിന്ന്. പിന്നെ പാപ്പീൻ്റെ അടുത്തുനിന്ന് മോക്ക് ചീത്ത കേൾക്കേണ്ടി വരും. വെറുതെ എന്തിനാ? മോക്ക് എന്താ ആവശ്യമുണ്ടോ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് വാങ്ങിത്തരും കേട്ടോ. മോള് വെറുതെ ബേജാറാവണ്ട. പാപ്പി അങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പാപ്പീൻ്റെ അടുത്ത് പോയി ഒന്നും ചോദിക്കണ്ട കേട്ടോ. മോള് പോയി കളിച്ചോ, വെറുതെ വിഷമിച്ചിരിക്കണ്ട. സ്റ്റോറി ബുക്കല്ലേ, സ്റ്റോറി ബുക്കാണോ മോള് ചോദിച്ചത്? അത് സാരമില്ല, എന്ത് ബുക്കായാലും വേണ്ടിയിട്ട് അമ്മ വാങ്ങിച്ചു തരാം കേട്ടോ. എന്നാൽ മോള് പോയി കളിച്ചോ. എൻ്റെ ഈശ്വരാ, ഈ കുടുംബത്തിൽ വെറുതെ ഒരു കലഹം ഉണ്ടാക്കുമല്ലോ. എത്ര നല്ല പോലെ പോയിക്കൊണ്ടിരുന്നതാ. മോൻ്റെ കല്യാണം കഴിഞ്ഞതോടെ ഒരു മനസ്സമാധാനം ഇല്ലാണ്ടായി. ആദ്യമൊക്കെ ഓനും മനസ്സിലാക്കിയതിനും അപ്പോൾ ഓനും മനസ്സിലാക്കാണ്ടായി. മോൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ലോ, അപ്പോൾ ആരായാലും വിശ്വസിച്ച് പോവും. എൻ്റെ മക്കളെ വിഷമം ആലോചിക്കുമ്പോഴാണ്. ഏട്ടനോടൊന്നും വിളിച്ച് പറയാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ ഏട്ടനും ഒരു ടെൻഷനാവും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഏട്ട തിരക്കിലാണോ? ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിയില്ലേ? ഇല്ല ഏട്ടാ, കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. അതേട്ടാ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ മാസമൊക്കെ ഗ്യാസിൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടി. അതൊക്കെ ഞാൻ പിന്നെ ഏട്ടനോട് പറയുമ്പോൾ ഏട്ടന് ടെൻഷൻ ആവണ്ട വിചാരിച്ചിട്ട് ഒന്നും പറയാണ്ടിരുന്ന്. ഐശ്വര്യനോട് ചോദിച്ചപ്പോൾ ഓൾ തരൂല എന്ന് പറഞ്ഞു. ഓളല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെയാണ്, അപ്പോൾ ഓൾക്ക് ഇതും കൂടി ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ആകെ എന്തോ പോലെ ആയിപ്പോയി. പിന്നെ അമ്മയാണ് പറഞ്ഞ ഏട്ടൻ്റെ അടുത്ത് പറയണ്ട, എന്തായാലും നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് എങ്ങനെ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കൊടുത്തതാണ് ഞങ്ങൾ ഗ്യാസിനൊക്കെ. വേണ്ട ഏട്ടൻ ഓനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, വെറുതെ ഒരു കലഹം ഉണ്ടാക്കണ്ട. ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ, ഒന്നും ചോദിക്കണ്ട. നമ്മളായിട്ട് രണ്ട് കൈ മുട്ടിയാലല്ലേ ഏട്ടാ ഒച്ച ഉണ്ടാവുള്ളൂ. മിണ്ടാണ്ട് നിന്നാൽ പിന്നെ പ്രശ്നമില്ല. എന്തെങ്കിലും ആവട്ടെ, ഓരോരുത്തർ ചെയ്യുന്നതിൻ്റെ ഓരോരുത്തർക്ക് കിട്ടും. ആയിക്കോട്ടെ, ഏട്ടനൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. അമ്മ എന്നോട് മാളെ പറഞ്ഞിട്ടുണ്ടോ, ഒന്നും അവനോട് പറയണ്ട, അവന് ടെൻഷനാവും, പിന്നെ അവന് ഇതാവും എന്നൊക്കെ പറഞ്ഞേക്ക്. അതുകൊണ്ടാണ് അന്നൊന്നും പറയാണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഏട്ടനോടൊക്കെ മറച്ച് വെക്കുമ്പോഴും എന്തോ ഒരു അസ്വസ്ഥതയാണ്. ശരി ഏട്ടാ, ശരി. ഹലോ. നിങ്ങളെന്താ തീരെന്ന് വിളിക്കാഞ്ഞേ? ജോലി പോവാനോ? എങ്ങനെ ജോലി പോവാൻ? അയ്യോ,
എന്തിനാണ് ഏട്ടാ അങ്ങനത്തെ പണിക്കൊക്കെ പോയത്? അല്ലെങ്കിൽ തന്നെ നല്ലോണം സാലറി കിട്ടുന്നില്ലേ? അല്ലാതെ ഇൻസെൻറ്റീവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കള്ളത്തരം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഷോ, ഇനി എങ്ങനെയാണ് ഏട്ടാ ഇവരെയൊക്കെ മുഖത്ത് നോക്കുക ഞാൻ? നിങ്ങൾ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ഞാനും എൻ്റെ മോനും ഇവിടുന്ന് അങ്ങ് പോകട്ടോ. ഞങ്ങളെ വീട്ടിലേക്ക് അങ്ങ് പോകും. ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ടാത്ത ഓരോ കാര്യം ചെയ്ത് വെച്ചിട്ട്. അല്ല ഏട്ടാ, നിങ്ങൾക്ക് അറിയില്ലേ, ഈ മാസം തന്നെ അടയ്ക്കേണ്ടതാണോ എൻ്റെ ഫീസ്? അതൊരു 20,000 ഒക്കെ അതുണ്ട്. പിന്നെ എൻ്റെ കൂടെ വണ്ടീൻ്റെ പൈസ, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. എന്താ ചെയ്യാനിപ്പോൾ? നിങ്ങൾ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട്. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഏച്ചീനോട് ചോദിക്കുക. എനിക്ക് വയ്യ, എന്നാലും വേണ്ടില്ല. മോൻ്റെ കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എക്സാം ഫീ, സ്കൂളിൻ്റെ ഫീസ് മാത്രം, വേറെ ഒന്നും ഞാൻ ചോദിക്കൂല. ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അയച്ചു തന്നോളാണ്ടി. മതി, നീ പറഞ്ഞേ, വെച്ചോളി അങ്ങോട്ട്. എന്തൊരു കഷ്ടമാണിത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഓളോട് ഞാൻ ചോദിക്കത്? മോൻ്റെ കാര്യത്തിനായിപ്പോയി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനും. ഇതിപ്പോൾ മറ്റന്നാളെങ്ങനെ ക്യാഷ് അടയ്ക്കുകയും വേണോ? ഇനി ഏച്ചീനോട് ചോദിക്കന്നെ. ഏച്ചീൻ്റെ അടുത്ത് എന്തെങ്കിലും ക്യാഷ് എന്തെങ്കിലും ഉണ്ടാവുമോ? ക്യാഷോ? എന്തിനാപ്പോൾ ക്യാഷ് എനിക്ക്? അത് ഏട്ടൻ്റെ സാലറി എത്തിയില്ല, കുറച്ച് പെൻഡിങ് ആണ്. അപ്പോൾ മോൻ്റെ എക്സാം ഫീ ഒക്കെ അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. ഇപ്പോൾ മറ്റന്നാളാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെങ്കിലും അടയ്ക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ കയ്യിലൊന്നുമില്ല. ഏട്ടനാണെങ്കിൽ പൈസ അയച്ചിട്ടുള്ള ബാക്കി എക്സ്പെൻസ് ഒക്കെ കയ്യിൽ ഇതാക്കി. ഇനിയിപ്പോൾ കയ്യിൽ കുടുംബശ്രീൻ്റെ പൈസ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് എടുത്തുതരാം. പക്ഷേ ഇന്ന് വൈകുന്നേരം തന്നെ അത് അടയ്ക്കേണ്ടതാണ്. ഇന്ന് വൈകുന്നേരം എനിക്ക് തിരിച്ച് വെക്കണം ആ പൈസ. എനിക്ക് വൈകുന്നേരത്തിനുള്ളിൽ തരാൻ പറ്റുമോ? ചേച്ചി, ഞാനത് എവിടെന്നെങ്കിലും തിരിഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം എനിക്കൊന്ന് മിസ്സിന് അയച്ചു കൊടുക്കണം എങ്ങനെയെങ്കിലും, അതുകൊണ്ടാണ്. ഞാൻ പക്ഷെ ക്യാഷ് ആയിട്ട് എൻ്റെ കയ്യിലുള്ള അത് ചേച്ചി കൈ തന്നോ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്നാൽ ഞാൻ എടുത്തുതരാം. ഐശ്വര്യേ, ചേച്ചി. ഐശ്വര്യ, ഇന്ന് തരാമെന്ന് പറഞ്ഞ പൈസ എവിടെ? ചേച്ചി, അത് ശരിയായില്ല. അയ്യോ, ഇന്ന് കുടുംബശ്രീയിൽ വൈകുന്നേരം എനിക്ക് അടയ്ക്കേണ്ടതാ. ഓൻ അയച്ചെന്നില്ലേ പൈസ? അത് ചേച്ചി, ഏട്ടൻ്റെ ജോലി പോയതാണ് ചേച്ചി. ജോലി പോവാനോ? അതെന്തോ എൻ്റെ ജോലി നല്ല ജോലിയായിരുന്നല്ലോ ഓന്. നല്ല സാലറി ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാ. എന്താ അറിയില്ല, അവിടെ എന്തോ തിരിമറി നടത്തിയതാന്നാ പറഞ്ഞ്. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോരാന്ന് തന്നെ പറയാ. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അറിയില്ല ചേച്ചി, പൈസ ഒന്നും തരാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ എല്ലാം ഞങ്ങൾ എടുത്തു പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ അറിയാം ആ പൈസേൻ്റെ വിലയൊക്കെ എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. പൈസ ഉള്ള സമയത്ത് കുറേ ലാവിഷാക്കി ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു സേവിങ്സ് നിങ്ങളില്ലേ? സേവിങ്സ് ഒക്കെ എടുത്തു പോയി ചേച്ചി. കുറേ 2 മാസത്തോളമായി സാലറി കിട്ടിയിട്ട്. അന്നപ്പോൾ സേവിങ്സ് മുഴുവൻ ഞങ്ങൾ എടുത്ത് തീർത്തുപോയി. ഞാനാണെങ്കിൽ കുറച്ച് ലാവിഷായിട്ടായിരുന്നു എക്സ്പെൻസ് ഒക്കെ നോക്കിയതും. ചേച്ചീനെയും അമ്മേനെയും ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പൈസ ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുകയും ഓരോന്ന് കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് പോലും ഞാൻ തരാതിരുന്നിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും സാരമില്ല, ഈ വിഷമിക്കൊന്നും വേണ്ട. പൈസ നമുക്ക് എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാം. കുറേ പൈസ ഉണ്ട് ചേച്ചി, ഇതൊക്കെ എന്താ ചെയ്യുക? അത് സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മോൻ്റെ സ്കൂൾ ഫീസൊക്കെ ഇല്ലേ, അതൊക്കെ കുടുംബശ്രീയിൽ നിന്ന് ഒരു ലോണങ്ങ് കിട്ടാമെന്ന് നോക്കാം എന്തായാലും. എന്നിട്ട് അങ്ങനെ അടയ്ക്കാം. എന്തായാലും ടെൻഷൻ അടിക്കണ്ട. ചേച്ചി, എനിക്കൊരു വിഷമം വന്നപ്പോൾ ചേച്ചീൻ്റെ കൂടെ തന്നെ നിന്ന്. പക്ഷേ ചേച്ചീൻ്റെ വിഷമമുള്ള സമയത്തൊന്നും ഞങ്ങൾ എപ്പോഴും ഒഴിവാക്കിയിട്ടേ ഉള്ളായിരുന്നുള്ളൂ. അതൊന്നും ഇപ്പോൾ പറയണ്ട, നീ സാരമില്ല, വിട്ടേക്ക്. എന്നാലും എന്നോട് ക്ഷമിക്കുക ചേച്ചി. എനിക്ക് എന്നോട് ഒരു ദേഷ്യമില്ല. ഞാൻ എപ്പോഴും എന്നോട് പറയില്ല, ഒരു അനിയത്തിനെ പോലെ തന്നെ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാറില്ല. അത് മാത്രമേ എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ചേച്ചി. സാരമില്ല, ഈ ടെൻഷനൊന്നും അടിക്കണ്ട. എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് വീട്ടാം. ഓനെന്തായാലും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. അല്ലാണ്ട് ഇപ്പോൾ അവിടെ നിന്നിട്ട് എന്താ കാര്യം? ഏട്ടനോട് ഇതൊക്കെ ഓൻ പറഞ്ഞിട്ടുണ്ടോ ആവോ? ഒന്നും അറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടുമില്ല. സാരമില്ല, ഈ ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അമ്മേൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയാൻ അമ്മേൻ്റെ അടുത്ത് ചേച്ചി ഒന്നും പറയില്ല. ഞാനൊന്നും പറയുന്നില്ല. ഈ എന്തായാലും ഇത് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് എന്തായാലും ഞാൻ ഏട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ. കണ്ടില്ലേ, അവസാനം പണി കിട്ടിയത് ഇളയച്ചിക്ക് തന്നെ. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതിപ്പോൾ ഇവിടെ സംഭവിച്ചു. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ കർമ്മഫലം അത് വൈകാതെ തന്നെ നമ്മളെ തേടിയെത്തുമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ പ്രവൃത്തികൾ അനുസരിച്ചിരിക്കും നമ്മുടെ പ്രതിഫലവും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. അങ്ങനെ ഇളയച്ചിയും മൂത്തച്ചിയും പാർട്ട് 2 വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനൂസ് ടോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.